ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. 484 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഫായി കർമ്മചാരി അഥവാ സബ് സ്റ്റാഫ് എന്ന ഒരു പൊസിഷനിലേക്കാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യതയെ അവർ ചോദിക്കുന്നത് കേവലം 10ാം ക്ലാസ് SSLC മാത്രമാണ്. സോ SSLC യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങളൊരു ബാങ്കിൽ, ഒരു കേന്ദ്ര സർക്കാർ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, അവർ ചോദിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്, ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. 2024-25 വർഷത്തേക്കുള്ള സഫായി കർമ്മചാരി അല്ലെങ്കിൽ സബ് സ്റ്റാഫ് എന്ന പൊസിഷന്റെ വേക്കൻസിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇത്. ഇതിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് IBPS വഴി തന്നെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20/12/2023 ടു ജാനുവരി 9/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ എക്സാമിനേഷൻ വരുന്നുണ്ട്. അറൌണ്ട് ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിരിക്കും ഇതിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ വരിക. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് കൂടി വരുന്നുണ്ട് എന്നൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പൊസിഷന്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 14,500 ടു 28,145 ഇതിന്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് DA, HRA, CCA, സ്പെഷ്യൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, സ്പെഷ്യൽ പേ, അതുപോലെ ലീവ് ഫെയർ കൺസെഷൻ, അങ്ങനെ ഈ ഒരു ബാങ്ക് എംപ്ലോയീസിന് ലഭിക്കുന്ന ഒട്ടനവധി എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഈ ജോലിയിലൂടെ ലഭിക്കുന്നതുമാണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഏജ് ലിമിറ്റ് നോക്കാം. നമുക്ക് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, അതേപോലെ OBC നോൺ ക്രീമി ലെയറിൽ വരുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 3 വർഷം വരെയും നിങ്ങൾക്ക് അവിടെ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, SSLC മാത്രമാണ് അവർ വിദ്യാഭ്യാസ യോഗ്യതയായി ചോദിക്കുന്നത്. SSLC നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എക്സാം പാറ്റേൺ, അതായത് എന്തൊക്കെയാണ് ഇതിന്റെ എക്സാമിന് ചോദിക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് നോക്കി നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. ഓൺലൈൻ എക്സാമിനേഷനിൽ മെയിൻലി ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നോളേജ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. 10 മാർക്കിനായിരിക്കും ഉണ്ടാവുക. GK ചെക്ക് ചെയ്യും 20 മാർക്കിന്. എലമെന്ററി അരിത്തമാറ്റിക് ബേസിക് മാത്സ് 20 മാർക്കിന് ഉണ്ടാവും. സൈക്കോമെട്രിക് ടെസ്റ്റ്, അതായത് റീസണിങ് ചോദ്യങ്ങൾ ഒരു 20 മാർക്കിന് ഉണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 70 മാർക്കിനുള്ള ടെസ്റ്റാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാവുക. ഈ ഒരു ഓൺലൈൻ ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ്സ് ആണ് വരുന്നത്. അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. അതൊരു 30 മാർക്സിന് അരമണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന ഒരു ടെസ്റ്റാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വേക്കൻസി അധികവും വന്നിട്ടുള്ളത് നമ്മുടെ നോർത്തിലാണ്. ആയതിനാൽ ലോക്കൽ ലാംഗ്വേജ് ആയ ഹിന്ദി അറിഞ്ഞിരിക്കണം എന്ന ഒരു കാര്യവും നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ്, അതായത് എവിടേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്നൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതുണ്ട്. അതുകൂടി ജസ്റ്റ് നോക്കി നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അതിന്റെ ഒരു വേക്കൻസി ചാർട്ട് വരുന്നത്. വേക്കൻസി അധികം വന്നിട്ടുള്ളത് നോർത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അഹമ്മദാബാദിലുണ്ട്, ഭോപ്പാലിലുണ്ട്, ഡൽഹിയിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ലക്നൌയിലുണ്ട്, പൂനെയിലുണ്ട്, പാട്ന, ഇത്രയും സ്ഥലത്താണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇത്രയും സ്ഥലങ്ങളിലായിട്ടാണ് ആകെ മൊത്തം 484 വേക്കൻസീസ് വന്നിട്ടുള്ളത്. വേക്കൻസി SC, ST, OBC, EWS എന്നീ കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നോർത്തിലാണ് ഇതിന്റെ വേക്കൻസീസ് വന്നിട്ടുള്ളത്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻ ഫ്യൂച്ചർ ജോലി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പബ്ലിക് സെക്ടർ ബാങ്കാണ്. സോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഒക്കെ നേടി നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരാനുള്ള ചാൻസും ഇതിലൂടെ കൂടുതലാണ്.
പിന്നെ പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും സംശയം ഉണ്ടാവും നോർത്തിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ നമ്മുടെ കേരളത്തിലൊക്കെ എക്സാം സെന്റേഴ്സ് വരുമോ എന്നൊരു കാര്യത്തിലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കേരളത്തിൽ എക്സാം സെന്റേഴ്സ് നിലവിലില്ല. അഹമ്മദാബാദില് അതായത് നിങ്ങൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലാണ് അതിന്റെ എക്സാം സെന്റേഴ്സ് വരുന്നത്. അഹമ്മദാബാദിൽ അതിന്റെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഭോപ്പാല്, ജബൽപൂർ, ഗ്വാളിയർ, ഇൻഡോർ മുതലായ സ്ഥലങ്ങളിലൊക്കെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഡൽഹിയിൽ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. കൊൽക്കത്തയിൽ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. ലക്നൗ, പൂനെ, പാട്ന മുതലായ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇതിന്റെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നൊരു കാര്യം കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ആപ്ലിക്കേഷൻ ഫീ അവർ വാങ്ങുന്നുണ്ട്. 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ SSLC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഒരു കേന്ദ്ര സർക്കാർ ബാങ്കിലാണ് നിങ്ങൾക്ക് ഇതിലൂടെ ജോലി ലഭിക്കുന്നത്. സോ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. കാരണം ഹിന്ദി അറിയുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. വൺസ് ഒരു ജോലി നേടിക്കഴിഞ്ഞ് ഇൻ ഫ്യൂച്ചർ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ഇതിലൂടെ ട്രാൻസ്ഫർ നേടാവുന്നതാണ്. അതുമാത്രമല്ല ഇൻ ഫ്യൂച്ചർ പ്രൊമോഷനൊക്കെ ആയിട്ട് മറ്റുള്ള പോസ്റ്റുകളിലേക്കൊക്കെ പോകാനും നിങ്ങൾക്ക് ചാൻസ് ഇതിലൂടെ കൂടുതലാണ്. സോ നല്ലൊരു അവസരമാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കരുത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജാനുവരി 9, 2024 വരുന്നത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്